ഇനി സെക്കൻഡ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. അത് രണ്ട് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് മീഡിയം ഉണ്ട്. അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിസിലാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഫസ്റ്റ് സോൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. സോൾ എന്ന് പറഞ്ഞാൽ അതിലെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സോളിഡും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡായിരിക്കും. അത്തരം കൊളോയിഡൽ ഡിസ്പേർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളിലാണ് ഈ രണ്ട് ക്ലാസിഫിക്കേഷനും വരുന്നത്. ഏതൊക്കെയാണ്, ലയോഫിലിക്കും അതുപോലെ തന്നെ ലയോഫോബിക് കൊളോയിഡ്സ് വരുന്നത്. ഇനി സോൾസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർച്ച്, ജെലാറ്റിൻ, ഗോൾഡ്, S2S3, FeOH ത്രൈസ് ഒക്കെയാണ് സോൾസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി രണ്ട് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ലയോഫിലിക്, ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ലവിങ് ആയിരിക്കും. ലയോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലവിങ് ആയിട്ടുള്ള കൊളോയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ സോൾസിനെയാണ് ലയോഫിലിക് സോൾസ് എന്ന് പറയുന്നത്. ലയോഫോബിക് സോൾസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഹീറ്റിംഗ് സോൾസിനെയാണ് നമ്മൾ ലയോഫോബിക് സോൾസ് എന്ന് പറയുന്നത്. ഇനി ലയോഫിലിക് സോൾസ് എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ പോയിന്റ്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അല്ലെ ഫസ്റ്റ് പോയിന്റ്, ലയോഫിലിക് സോൾസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലവിങ് ആയിരിക്കും. അപ്പോൾ അതിലെ ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ എന്തായിരിക്കും, സ്ട്രോങ് അട്രാക്ഷൻ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്തുണ്ടാവും, ഗ്രേറ്റ് അഫിനിറ്റി പ്രസൻ്റ് ആയിരിക്കും. അത്തരം സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലയോഫിലിക് സോൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ ഹൈലി സ്റ്റേബിൾ, വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഡിസ്പേഴ്സ്ഡ് ഫേസ് എടുക്കുക, ഡിസ്പേർഷൻ മീഡിയം എടുത്ത് ജസ്റ്റ് വാർം ചെയ്യുകയോ ഷേക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയോഫിലിക് സോൾസിനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അവർ റിവേഴ്സിബിൾ ആയിരിക്കും. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോളിനെ എവാപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മീഡിയം ഒക്കെ എവാപ്പറേറ്റ് ചെയ്ത് പോയി ലാസ്റ്റ് ഡിസ്പേഴ്സ്ഡ് ഫേസ് മാത്രം നമുക്ക് റെസിഡ്യൂ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ആ റെസിഡ്യൂവിനെ വീണ്ടും നമ്മൾ മീഡിയത്തിനായിട്ട് ജസ്റ്റ് അജിറ്റേറ്റിൽ മിക്സ് ചെയ്താൽ നമുക്ക് എന്തിനു പ്രിപ്പയർ ചെയ്യാം, ലയോഫിലിക് സോൾസിനെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് എന്താണെന്ന് പറയുന്നത്, റിവേഴ്സിബിൾ ആണെന്ന് പറയുന്നത്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ലാസ്റ്റ്ലി അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഓഫ് സ്റ്റാർച്ച്, ജെലാറ്റിൻ, പ്രോട്ടീൻസ് ഒക്കെ വാട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതാണ് ലയോഫിലിക് സോൾസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി ലയോഫോബിക് സോൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെരി ലിറ്റിൽ അഫിനിറ്റി എന്തുണ്ടാവുള്ളൂ, അവിടെയുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം തമ്മിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ ലിറ്റിൽ അഫിനിറ്റി മാത്രമേ അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെസ് സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് അവരെന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതുപോലെ എന്തായിരിക്കും, ഇറിവേഴ്സിബിൾ ആയിരിക്കും. നമ്മൾ എവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിഡ്യൂവിനെ നമ്മൾ മീഡിയം കൊണ്ട് അജിറ്റേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ലയോഫോബിക് സോൾസ് നമുക്കൊരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തായത്, ഇറിവേഴ്സിബിൾ ആയത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ഗോൾഡ്, S2S3, FeOH ത്രൈസ് എക്സെട്ര ഇൻ വാട്ടർ ആണ് അതിന് ലയോഫോബിക് സോൾസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളിപ്പോൾ ലയോഫിലിക്കും പറഞ്ഞു, ലയോഫോബിക് സോൾസ് പറഞ്ഞു. ഇനി അതിലെ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെന്ന് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഹൈഡ്രോഫിലിക് സോൾസ് എന്നും ഹൈഡ്രോഫോബിക് സോൾസ് എന്നും വിളിക്കാം. ഇനി അതിൻ്റെ ഡിഫറൻസ് തമ്മിലുള്ള ടാബുലാർ കോളായിട്ട് കൊടുത്തതാണ്. അല്ല ഫസ്റ്റ് 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്, വായിച്ചു നോക്കിയാൽ മതി. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലയോഫിലിക് ആണെന്നുണ്ടെങ്കിൽ അതിലത്തെ പാർട്ടിക്കിൾസ് എന്തായിരിക്കും, ഹെവിലി സോൾവേറ്റഡ് ആയിരിക്കും. അതായത് നമ്മളെടുക്കുന്ന മീഡിയത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാവും നമുക്കതിലെ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുക. ഇനി ലയോഫോബിക്കിൻ്റെ കേസാണെങ്കിൽ എന്താ, പുവർലി സോൾവേറ്റഡ് ആയിരിക്കും. ഇനി സിക്സ്ത് പോയിന്റ് എന്താണ്, നമ്മുടെ ലയോഫിലിക് സോൾസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആണ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, അതൊരിക്കലും അതിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ലാർജ് എമൗണ്ടിൽ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ സോളിൽ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, പ്രസിപ്പിറ്റേഷൻ നടക്കും. നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട്
കൺവേർട്ട് ചെയ്യപ്പെടും. ഈ ലയോഫോബിക് സോൾസ് ആണെന്നുണ്ടെങ്കിൽ സ്മോൾ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലാണ് ഇലക്ട്രോലൈറ്റ് പ്രസൻറ്റ് എന്ന് വെച്ചാൽ അപ്പം തന്നെ അവിടെ എന്ത് നടക്കും? ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ പ്രസിപ്പിറ്റേഷൻ നടക്കും. ഈ 7th പോയിന്റ് എന്താണ്? നമ്മുടെ സോളും നമ്മളെടുക്കുന്ന മീഡിയം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോളിൻ്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് മീഡിയത്തിനേക്കാളും ലോവർ ആയിരിക്കും. ഈ ലയോഫോബിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഡിയത്തിൻ്റെയും സോളിൻ്റെയും സർഫസ് ടെൻഷൻ അറൗണ്ട് സിമിലർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്. ഇനി ലയോഫിലിക് സോൾസിൽ എന്തായിരിക്കും? നമ്മുടെ വിസ്കോസിറ്റി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീഡിയത്തിനെങ്കായും ഹയർ വിസ്കോസിറ്റി ആണ് ആർക്കുള്ളത്? നമ്മുടെ സോളിന് ഉണ്ടാവുക. ഇവിടെ എന്തായിരിക്കും? കമ്പയറബിൾ ആയിട്ടുള്ള വിസ്കോസിറ്റിയാണ് നമ്മുടെ മീഡിയവും സോളും കാണിക്കുന്നത്. ഇനി തേർഡ് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ മാക്രോ മോളിക്കുലാർ, മൾട്ടി മോളിക്കുലാർ, അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ മെയിൻലി ബേസ് ചെയ്തിട്ടുള്ളത് അവരെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറയുന്നതാണ് മാക്രോ മോളിക്കുലാർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന നാച്ചുറലോ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമറിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിലുള്ള മോളിക്യൂൾസിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 1000 മില്യൺ, അത്രയും ഹൈ ആയിട്ടുള്ള മോളിക്കുലാർ മാസ് ആയിരിക്കും. അപ്പോൾ ആ ഹൈ ആയിട്ടുള്ള മോളിക്കുലാർ മാസുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും മാസുള്ള ഈ മാക്രോ മോളിക്യൂളിൻ്റെ സൈസ് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഒരു കൊളോയിഡൽ റേഞ്ചിലാണ് അവരുടെ സൈസും വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം മാക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇത്തരം കൊളോയിഡ് സൈസിലേക്ക് വരുന്ന മാക്രോ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ജെലാറ്റിൻ, പ്രോട്ടീൻ, റബ്ബർ, സിന്തറ്റിക് റബ്ബേഴ്സ് ഒക്കെയാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സിൻ്റെ എക്സാമ്പിൾസ്. അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലയോഫിലിക് ബിഹേവിയേഴ്സ് ആണ് നമ്മുടെ മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. ഇവിടെ എന്താ ജസ്റ്റ് ചെറിയ ആറ്റംസും മോളിക്യൂൾസും ഉണ്ടാകും. എന്തായിരിക്കും അവരുടെ ഡയമീറ്റർ? 1 നാനോമീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവ് ഡയമീറ്ററുള്ള മോളിക്യൂൾസൊക്കെ കൂടി വന്ന് ഒരു അഗ്രഗേറ്റ് പോലെ നിൽക്കും. ഈ അഗ്രഗേറ്റിൻ്റെ സൈസ് എന്തായിരിക്കും? കൊളോയിഡൽ സൈസ് ആയിരിക്കും. അത്തരം കൊളോയിഡൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അഗ്രഗേറ്റ് ചെയ്ത് കൊളോയിഡൽ സൈസിലേക്ക് വന്നാലാണ് അതിനെന്ത് വിളിക്കുന്നത്? മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് അക്വസ് ഗോൾഡ് സോൾ, അക്വസ് സൾഫർ സോൾ ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ലയോഫോബിക് ബിഹേവിയർ ആണ് നമുക്ക് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സിൽ കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് എന്ത്? അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷൻസിലാണെന്നുണ്ടെങ്കിൽ അവർ തനിയെ അവർ സ്വന്തം നിൽക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അഗ്രഗേറ്റ് ചെയ്ത് മാറാൻ തുടങ്ങും. അഗ്രഗേറ്റ് ചെയ്ത് അവർ കൊളോയിഡൽ സൈസിലേക്ക് വരും. ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസെല്ലീസ്. ഈ അഗ്രഗേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസെല്ലീസ്. അത്തരം കൊളോയിഡൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് വിളിക്കാം. ഇനി ഞാൻ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ്റെ മുകളിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ? അഗ്രഗേറ്റ് ചെയ്യുള്ളൂ. ആ ഒരു കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ. ഈ ഒരു കോൺസെൻട്രേഷനിൽ മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ? മിസെല്ലെ ഫോം ചെയ്യുള്ളൂ. ഇനി ഞാൻ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ജനറലി സോപ്സും ഡിറ്റർജൻസും ആണ് മിസെല്ലെ ഫോം ചെയ്യുക അല്ലെങ്കിൽ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യുക. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല RCOONA ആണ്. ഡൈല്യൂട്ട് സൊല്യൂഷനിൽ അവരെങ്ങനെ എക്സിസ്റ്റ് ചെയ്യണേ? RCOO- Na+ അയൺസും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ്റെ അവിടെ എത്താതെ അതിൽ കൂടുതൽ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും? അഗ്രഗേറ്റ് ചെയ്ത് ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിസെല്ലെ. ഇതുപോലെ ഒരു സ്പെറിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ് അവർ ഫോം ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് ഹെഡും ടെയിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ RCOO- എന്ന് പറയുന്ന CO- ആണ് ഈ ഹെഡായിട്ട് നെഗറ്റീവ് സൈനിൽ ഈ എഡ്ജിൽ കൊടുത്തിട്ടുള്ളത്. ഈ R എന്ന് പറയുന്ന അത് വാട്ടർ ഹീറ്റിംഗ് ആണ്. അതിനെ ഹൈഡ്രോഫോബിക് ടെയിൽ എന്നാണ് പറയുക. ഹൈഡ്രോഫോബിക് ടെയിൽ ടുവേർഡ്സ് ദ സെൻറ്റർ ആയിട്ടാണ് അവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ അവരെന്താവും? എല്ലാവരും കൂടെ അഗ്രഗേറ്റ് ചെയ്തിട്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ മിസെല്ലെ വിളിക്കുന്നത്. ഈ മിസെല്ലേൻ്റെ സൈസ് എന്ന് പറയുന്നത് കൊളോയിഡൽ സൈസിലായിരിക്കും. അത്തരം കൊളോയിഡ്സിനെ അപ്പോൾ നമ്മൾ എന്താ വിളിക്കുന്നത്? അസോസിയേറ്റഡ്
കൊളോയിഡ്സ് എന്നാണ് അവർ വിളിക്കുക.